മലയാളികൾ ഉത്രാടപ്പാച്ചിലിൽ. തിരുവോണത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് മലയാളികൾ. തിരുവോണത്തിന് മുമ്പുള്ള അവസാനത്തെ പകൽ ഓണത്തിന് വേണ്ടതെല്ലാം സ്വരുക്കൂട്ടാനുള്ള പാച്ചിലിലാണ് മലയാളികൾ. പൂവിപണിയും വസ്ത്രവിപണിയും പച്ചക്കറി വിപണിയും എല്ലാം തിരക്കേറി കഴിഞ്ഞു. കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ നമുക്കൊപ്പം ചേരുകയാണ്. ശേഷം തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യനും ശരണ്യ സ്നേഹജൻ ആലപ്പുഴയിൽ നിന്നും ചേരും. ഞാൻ ആദ്യം ആജ്ഞയിലേക്ക് പോവുകയാണ്. ആജ്ഞ, ഉച്ചയായി ഇരിക്കുന്നു. ഏകദേശം ഒരു തിരക്കിന്റെ ഒരു ഏറ്റവും മൂർത്തിമത് ഭാവത്തിലേക്കൊക്കെ എത്തിയിരിക്കുന്നു എന്നൊക്കെ നമുക്ക് പറയാം അല്ലേ? അത്രത്തോളം ഇങ്ങനെ ഓരോ നിമിഷം കഴിയുന്തോറും ഇനി തിരക്ക് കൂടിക്കൊണ്ടേയിരിക്കും. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് കൊച്ചി, തിരുവനന്തപുരം പോലുള്ള സിറ്റികളിൽ റോഡിലേക്കൊന്നും നമുക്ക് ഇറങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റില്ല. ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തും. ശരിക്കും അറിയാം. കാരണം ആരെ സൂചിപ്പിച്ചതുപോലെ ഇനി പകല് കുറച്ചേ ഉള്ളൂ. തിരുവോണത്തിന് മുൻപുള്ള പകല് കുറച്ചേ ഉള്ളൂ. അവസാനപ്പെട്ട ഒരുക്കത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പൂവിപണിയിലാണ്. ഈ പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനം നമ്മൾ അത്തം മുതൽ പൂക്കളം ഇട്ട് തുടങ്ങിയാണ്. പക്ഷേ തിരുവോണത്തിന് ദിവസം മാത്രം ഇടുന്ന ആളുകളുണ്ട്. അത് ചിലപ്പോൾ സമയക്കുറവ് കൊണ്ടായിരിക്കും. പണ്ടൊക്കെ നമ്മൾ തൊടികളിലൊക്കെ നടന്ന് പൂക്കളൊക്കെ ശേഖരിച്ച് ദിവസവും ഒരു അത്തത്തിന് ഒരു റൗണ്ട്, ചിത്രയ്ക്ക് 2 റൗണ്ട്, അങ്ങനെ 10 റൗണ്ടോളം പൂർത്തീകരിച്ചൊക്കെ ആയിരുന്നു അത്തപ്പൂക്കൾ ഇടുന്നത്. 10 കളർ പൂക്കൾ അല്ലെ 10 റൗണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു അത്തപ്പൂക്കൾ ഇടുന്നത്. പക്ഷെ ഇപ്പോ അത് എല്ലാവരുടെയും തിരക്ക് അതിനനുസരിച്ചിട്ട് പൂക്കളത്തിന്റെ എണ്ണം കുറഞ്ഞു. അതല്ലെങ്കിൽ ദിവസം എല്ലാ ദിവസവും ഇടുന്നതിനുള്ള ഒരു പ്രായോഗികതയൊക്കെ കുറഞ്ഞതുകൊണ്ട് തിരുവോണത്തിന് മാത്രം പൂക്കളം ഇടുന്ന ആളുകളുണ്ട്. അപ്പൊ അതിനുള്ള ഒരു തിരക്കാണ്. നമ്മളിപ്പോ പൂവിപണിയിലാണ്. പൂക്കൾക്കൊക്കെ നല്ല വിലയുണ്ട്. അപ്പൊ ഇത് ഇപ്പം വെള്ള ജമന്തിയാണ്. ഇതിപ്പോ പൊതുവേ എല്ലാവരും ഒരു പൂക്കളം ഇടുന്നതിന് എല്ലാവരും ആശ്രയിക്കുന്ന ഒരു നിറമാണ് വൈറ്റാണ്. വൈറ്റിന്റെ അതുപോലെ തന്നെ ജമന്തിയുടെ പല വെറൈറ്റികളുണ്ട്. 400 രൂപ ഒക്കെ വരെ റേറ്റ് പല വിപണികളിലായിട്ട് കയറിയിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ചേട്ടനോട് ചേട്ടാ, ജമന്തിക്ക് എത്ര രൂപ വിലയുണ്ട്? 200 കിലോ. ജമന്തിക്ക് 200 രൂപ. അല്ലാതെ 600 രൂപയാണ് അതിന്റെ വില. ഈ മഞ്ഞ 400. ഈ റോസ് 600 രൂപ, 400 രൂപ. ഈ റോസിന് 600 രൂപ. ഇങ്ങനെ പല, അതായത് ഈ റെഡ് വേണം, വൈറ്റ് വേണം, ഇതൊക്കെ 800 അതായത് ഈ പർപ്പിൾ കളർ അല്ലെങ്കിൽ നമ്മൾ ഈ വയലറ്റ് എന്നൊക്കെ പറയുന്ന ഈ നിറത്തിലുള്ളത് ഇത്. പക്ഷെ ഇത് മസ്റ്റ് ആണോ എന്നുള്ള കാര്യം നമ്മൾ തന്നെ തീരുമാനിക്കണം. കാരണം പൊതുവെ ഈ റെഡ്, വൈറ്റ്, യെല്ലോ, ഗ്രീൻ ആ ഒരു കാറ്റഗറിയിലാണ് പൂക്കളം പോകുന്നത്. പിന്നെ കുറച്ചുകൂടെ ഒരു ഭംഗിയൊക്കെ ഉണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ ഒരു വെറൈറ്റി ഒക്കെ കളത്തിലുണ്ടാകുമായിരിക്കും. വാടാമല്ലിയാണെന്ന് തോന്നുന്നു കൂടുതൽ ഈ പർപ്പിളിനെ നിറം നിലനിർത്താൻ ആശ്രയിക്കുന്നത്. വാടാമല്ലിയായിരുന്നു. ഓറഞ്ച് കളറിലുള്ള റോസ് ഉണ്ട്. പിന്നെ മാരിഗോൾഡിന്റെ വിവിധ വെറൈറ്റികൾ. നമ്മുടെ നാട്ടിലൊക്കെ അതിന് ബന്ദി എന്ന് പറയും, ചില നാട്ടിലൊക്കെ അതിന് ചെണ്ടുമല്ലി എന്ന് പറയും. എന്തായാലും ആ ഒരു വെറൈറ്റികളൊക്കെ ഉണ്ട്. ആൾക്കാര് പൂക്കളം ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം. ചേട്ടാ, പൂക്കളത്തിന് ഉള്ള ഒരുക്കങ്ങളൊക്കെ ആയിരിക്കും. പൂക്കളത്തിനുള്ള ഒരുക്കമാണ് വീട്ടിലേക്കുള്ള ആവശ്യത്തിനല്ലേ? അതെ അതെ. പൂവിപണി എങ്ങനെ വില കൂടുതലാണോ അതോ? അതിപ്പോ സീസൺ ആയതുകൊണ്ട് കൂടുതലാണ്. എന്തായാലും അഫോർഡബിൾ റേറ്റ് ആണോ? കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. എന്ത് പറയുന്നു? അതെ തന്നെ, കുഴപ്പമില്ല. റേറ്റ് കൂടുതലാണ് ആണെന്ന് വെച്ചാണ്, എന്നാലും കുഴപ്പമില്ല. ഞാനിപ്പോ 800 രൂപ 600 രൂപയൊക്കെയാണ് പൂവിന്. ജമന്തിക്കും 600 രൂപയാണ്. അപ്പൊ അതുകൊണ്ടാണ് വില ഇത്തിരി കൂടുതലാണ്, എന്നാലും കുഴപ്പമില്ല. നമുക്കിത് ഇടാതിരിക്കാൻ പറ്റൂല. ഓണമല്ലേ, ഇപ്പൊ കേരളീയർ ദേശീയോത്സവം, നമുക്കത് ഇടാതിരിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എത്ര കാശാണെങ്കിലും നമ്മളത് വാങ്ങിച്ചിടാനായിട്ട് നോക്കും. അതുകൊണ്ടാണ്. അതെ, നമ്മള് കാണാൻ വിറ്റ് ഓണം ഉണ്ണണമെന്ന് പറയുന്നതൊക്കെ ഇപ്പൊ അന്വർത്ഥമായിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലെ ആര്യ? കാരണം 800 രൂപയൊക്കെ 1 കിലോ പൂവിനുള്ളപ്പോഴും ഇടണ്ടേ? അതൊരു ആഘോഷമല്ലേ, നമ്മുടെ സന്തോഷം അതല്ലേ? ഈ പണത്തേക്കാളൊക്കെ വലിയ കാര്യം ഇങ്ങനെ ചില കൂട്ടായ്മകളും ഇങ്ങനെ ചില ആഘോഷങ്ങളും ഒക്കെയാണ് എന്ന് മനസ്സിലാക്കുന്ന, എന്ന് നേരത്തെ ആജ്ഞ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു വർഷത്തെ ഉള്ള ഒരു കാത്തിരിപ്പാണ്. നമ്മൾ നമ്മുടെ എല്ലാ സമ്പാദ്യവും ഒരുപക്ഷെ മാറ്റിവെക്കുന്നതും ഒക്കെ ഓണത്തിന് നല്ല രീതിയിൽ അടിച്ചു പൊളിക്കുവാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും പല ആളുകളും. അതുകൊണ്ട് തന്നെ എത്ര വിലയാണെങ്കിലും മലയാളികൾ വാങ്ങും. പച്ചക്കറി ആണെങ്കിലും പൂവാണെങ്കിലും അതിനൊന്നും ഒരു കുറവും വരുത്തില്ല ആരും എന്നുള്ളതാണ്. എന്തായാലും പൂവിപണിയിലേക്കൊന്നും തിരിഞ്ഞു നോക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത്. ആജ്ഞയാണ് കൊച്ചിയിലെ വിശേഷങ്ങൾ നമുക്ക് കാട്ടിത്തന്നത്. ഇനി നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. ഉത്രാടപ്പാച്ചിലിന്റെ തിരക്കിൽ അമർന്നിരിക്കുകയാണ് തലസ്ഥാന നഗരി. സദ്യവട്ടങ്ങൾ ഒരുക്കാനുള്ള പച്ചക്കറിക്ക് വില അധികം വർദ്ധിച്ചിട്ടില്ലെങ്കിലും പൂക്കളുടെ വില കേട്ടാൽ ആരും ഞെട്ടും. രാവിലെ 3000 രൂപ കിലോയ്ക്കുണ്ടായിരുന്ന മുല്ലപ്പൂവിന് ഉച്ചയ്ക്കുള്ള വില
വില 6000 രൂപയാണ്. വില ഇനിയും കൂടുമെന്നാണ് വ്യാപാരികളുടെ കണക്കുകൂട്ടൽ. തോവാളയിൽ നിന്നാണ് ചാലക്കമ്പോളത്തിലേക്കടക്കം പൂക്കൾ ഇവിടെ എത്തുന്നത്. തിരുവോണത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് നാടും നഗരവും. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്ത് ചാലക്കമ്പോളത്തിലാണ്. സാധാരണയായി ഉച്ചയ്ക്ക് ശേഷമാണ് വലിയ തരത്തിൽ ഇവിടെ തിരക്ക് അനുഭവപ്പെട്ടു തുടങ്ങുന്നത്. പക്ഷേ ഇന്ന് സ്ഥിതി വ്യത്യസ്തമാണ്. രാവിലെ മുതൽ തന്നെ വലിയ തിരക്കാണ്. വാഹനങ്ങളുടെ നീണ്ട നിര. വലിയ ബുദ്ധിമുട്ടി മാത്രമേ ആളുകൾക്ക് വരെ ചാലക്കമ്പോളത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു നീങ്ങാൻ കഴിയുകയുള്ളൂ. അത്രമാത്രം വലിയ തിരക്കാണ് രാവിലെ മുതൽ തന്നെ ഇവിടെ അനുഭവപ്പെടുന്നത്. പൂക്കൾ വാങ്ങുന്നതിനും അതോടൊപ്പം നാളെ സദ്യവട്ടങ്ങൾക്ക് വേണ്ടി അതുമായി ബന്ധപ്പെട്ട പച്ചക്കറികൾ, മറ്റ് സാധന സാമഗ്രികളൊക്കെ വാങ്ങുന്നതിനു വേണ്ടി വലിയ തരത്തിലുള്ള തിരക്ക് ചാലക്കമ്പോളത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായി നമുക്കറിയാം പൂവിപണിയൊക്കെ വളരെ സജീവമാണ്. ഇന്ന് പൂവിന്റെയൊക്കെ വില അത് വലിയ തരത്തിൽ വൈകുന്നേരമാകുമ്പോൾ കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. കാരണം പൂക്കൾ കിട്ടാൻ കുറവുള്ള ഒരു പശ്ചാത്തലമുണ്ടെന്നാണ് വ്യാപാരികളൊക്കെ വ്യക്തമാക്കുന്നത്. സ്വാഭാവികമായി ആ പശ്ചാത്തലത്തിൽ ഏത് തരത്തിലായിരിക്കും ഇതിന്റെ കച്ചവടം ഇനി പൊടിപൊടിക്കുന്നതെന്നാണ് നമുക്ക് അറിയാനുള്ളത്. വലിയ തരത്തിൽ അതായത് പൂ വാങ്ങാനും അതോടൊപ്പം പച്ചക്കറി വാങ്ങാനുമാണ് ഏറ്റവും വലിയ തിരക്ക് ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും ഈ മുല്ലപ്പൂവിനാണ്, അതായത് 3000 രൂപയ്ക്ക് മുകളിലാണ് മുല്ലപ്പൂവിന്റെ ഇന്നത്തെ വില. കഴിഞ്ഞ ദിവസം 709 രൂപ മാത്രമുണ്ടായിരുന്ന മുല്ലപ്പൂവിന് പെട്ടെന്നത് 2400 എത്തുന്നു. അതിന് തൊട്ടു പിന്നാലെ 3000 രൂപ, ഒരു മുഴം മുല്ലപ്പൂവിന് 200 രൂപയാകുന്ന കാഴ്ച അതായിരുന്നു ഇന്ന് രാവിലെ നമുക്ക് ചാലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞത്. ഉച്ചയാകുമ്പോൾ അതിന്റെ വില വീണ്ടും വർദ്ധിക്കുന്ന ഒരു പശ്ചാത്തലമാണുള്ളത്. സ്വാഭാവികമായും അത്തപ്പൂ ഒരുക്കുക എന്ന് പറയുന്നത് തിരുവോണനാളിനെ സംബന്ധിച്ച മലയാളികളുടെ ഒരു ഗ്രഹാതിരത്വത്തിന്റെ ഓർമ്മ കൂടിയാണ്. സ്വാഭാവികമായി എത്ര അധികം വില വർദ്ധിച്ചാലും ചെറിയൊരു അത്തപ്പൂവെങ്കിലും മുറ്റത്തുണ്ടായില്ല എങ്കിൽ അതൊരു വലിയ കുറവ് തന്നെയാണ് മലയാളികൾക്ക്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു നീക്കം. ചേട്ടാ, പൂവിന് എങ്ങനെയുണ്ട് വില? പൂവിന് എങ്ങനെയുണ്ട്? മുല്ലപ്പൂവിന് എത്രയായി? മുല്ലപ്പൂ ഒരു മുഴം 200 രൂപ വില, 6000 രൂപ ഒരു കിലോയുടെ വില. എത്ര? 6000 രൂപ. 6000 രൂപ ഇന്നത്തെ വില 6000 രൂപ. 6000 രൂപ. ഇവന്റെ ചോദിച്ചായി ബാക്കി ഏതൊക്കെയാ? അരളി 600 രൂപ വിലയുണ്ട് കിലോയ്ക്ക്. ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന വില 600. മറ്റേ ഇത് വെള്ളയാണ്. വെള്ളയടി 700 രൂപ വിലയുണ്ട്. 700 രൂപ. പിന്നെ റോസ് 300 രൂപ വിലയുണ്ട്. റോസ് 300. മഞ്ഞ ജമന്തി 500 രൂപ വിലയുണ്ട് കിലോ. മറ്റേ വെള്ള ജമന്തി 500 രൂപ വിലയുണ്ട്. അപ്പൊ ഏറ്റവും കുറവ് ഏതിനാ? ഏറ്റവും കുറവെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഓറഞ്ച് മഞ്ഞയ്ക്ക് മാത്രമേ വില കുറവുള്ളൂ. പിന്നെ വാടാമുല്ലയ്ക്ക് 200 രൂപ വിലയുണ്ട്. അത്രേ ഉള്ളൂ. അതെ, ഞങ്ങൾ രാവിലെ ചോദിക്കുമ്പം ഈ മുല്ലപ്പൂവിന് 3000 ആയിരുന്നല്ലോ പറയുന്നത്. വില മാറിക്കൊണ്ടിരിക്കുക. കാരണം തോവാൾ അവിടെ നിന്ന് പറഞ്ഞ വിലകളാണ്, നമ്മളിരുന്ന വിലയല്ല. അല്ല, നമുക്കെല്ലാം ഹോൾസെയിലാണ്. 6000 രൂപ ഇത് അടുത്തിടയിൽ ആദ്യമായിട്ട് എങ്ങനെയല്ലേ? അതെ, ഓണം ആകുമ്പോഴത്തേക്കോ തിരുവോണ സമയത്ത് ഉത്തരവാദിത്തം വില കൂടുന്നത്. അല്ല, ഇത്രയും വില കൂടിയിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഇല്ല. ഇത് ആദ്യമായിട്ടാണ്. ഓക്കെ, അതാണ്. അതായത് മുല്ലപ്പൂവിന് 1 കിലോ മുല്ലപ്പൂവിന് ചാലക്കമ്പോളത്തിന് വില 6000 രൂപ എന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അതോടൊപ്പം ഒരു മുഴത്തിന് രാവിലെ മുതൽ 200 രൂപയ്ക്കാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വില ഒരുപക്ഷെ രാത്രിയാകുമ്പോൾ വൈകുന്നേരത്തോടെ വീണ്ടും കൂടാനാണ് സാധ്യതയെന്നാണ് പറയുന്നത്. തോവാളയിൽ നിന്നാണ് ഇവിടേക്ക് പൂക്കൾ കൂടുതലായി എത്തിക്കുന്നത്. കച്ചവടം എങ്ങനെയുണ്ട് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച്? കുറവാണ്. മഴയാണോ കാരണം? മഴയല്ല, വയനാട്ടിലെ പ്രശ്നങ്ങളെല്ലാം ആയതുകൊണ്ട് വലിയ ആഘോഷങ്ങൾ കുറവാണ് ഇപ്പൊ എല്ലാവരും. അതെ. അപ്പൊ നിങ്ങൾക്ക് ഏത് സമയത്താണ്? വൈകുന്നേരമാണോ കച്ചവടം കൂടുതൽ? നമുക്ക് പൊതുവെ കച്ചവടം തുടങ്ങി കഴിഞ്ഞു. നമ്മൾ 24 hours കട നടക്കുന്നത്. നമുക്ക് കച്ചവടം തുടങ്ങി കഴിഞ്ഞു. അപ്പൊ ഇനിയിപ്പോ നാളെ രാവിലെ വരെ ത്രൂ ഔട്ട് ഉണ്ട്. നമുക്ക് 24 hours നമുക്ക് കട ഉള്ളത്. നമുക്ക് അറിയില്ല, രാവിലെ എല്ലാം ഫുൾ ടൈം ഉണ്ട്. ആണല്ലേ? മറ്റേ ചാലയിൽ സാറിന് ഉച്ച കഴിഞ്ഞിട്ടാണല്ലോ ഇങ്ങനെ വലിയ തിരക്ക് വരുന്നത്. ഇന്നിപ്പോ രാവിലെ ഇവിടെ നമ്മളെ കച്ചവടം തിരക്കുള്ളൂ. നല്ല തിരക്ക്. ഓക്കെ, അപ്പൊ എല്ലാ ഓണാശംസകളും കേട്ടോ. ഓക്കെ, അപ്പോൾ അത്തരത്തിലാണ് കാഴ്ചകൾ. രാവിലെ പൂ മേടിച്ചവരൊക്കെ ഭാഗ്യവാന്മാരാണ്. കാരണം ഉച്ചയാകുമ്പോൾ അതിന്റെയൊക്കെ വില രാവിലെ ചോദിച്ച അതേ സാധനങ്ങളുടെ വില ഇരട്ടിയായി മാറുന്ന കാഴ്ചയാണ് ഇവിടെയുള്ളത്. 3000 രൂപ പറഞ്ഞ മുല്ലപ്പൂവിന് രാവിലെ ഞാൻ 8 മണിക്കാണ് ചാലയിൽ ആദ്യം എത്തുന്നത്. അപ്പോൾ 3000 രൂപ പറഞ്ഞ മുല്ലപ്പൂവിന് ഇപ്പോൾ കൊടുക്കേണ്ടി വരിക 1 കിലോയ്ക്ക് 6000 രൂപയാണ്. അതാണ് തിരുവനന്തപുരത്തെ കാഴ്ചകൾ. ഡാൻ കുര്യന്റെ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. ഇനി ആലപ്പുഴയിലേക്കാണ് നമ്മൾ പോകുന്നത്. വസ്ത്രവിപണിയിലും വലിയ തിരക്കാണ് ഇന്നലെ വൈകിട്ട് മുതൽ അനുഭവപ്പെടുന്നത്. പലപ്പോഴും തിരക്ക് നിയന്ത്രിക്കാനാകുന്നില്ലെന്ന് വ്യാപാരികൾ തന്നെ പറയുന്നു. ഇത്തവണ ഓണത്തിന് തൊട്ടു മുൻപാണ് വിദ്യാലയങ്ങൾ അടച്ചത് എന്നതും തിരക്ക് വർദ്ധിക്കാൻ കാരണമായി. നമ്മൾ കുറച്ചു നേരത്തെ പച്ചക്കറി ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ആളുകളെ കണ്ടു. വസ്ത്രവിപണിയിലാണ് ഇപ്പോൾ ഉള്ളത്. എങ്ങനെയുണ്ട് കച്ചവടം എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ആലപ്പുഴ മുല്ലയ്ക്കൽ ടൗണിന് നടുക്കുള്ള ഒരു ഷോപ്പിലാണ് നമ്മൾ ഉള്ളത്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഓണാശംസകൾ. എങ്ങനെയുണ്ട് പൊതുവെ ഓണം? പൊതുവെ ഇപ്പൊ 2 ദിവസമായിട്ട് കച്ചവടമുണ്ട്. നമ്മുടെ വയനാട് ദുരന്തത്തിന് ശേഷം മാർക്കറ്റ് മുഴുവൻ ഡൗൺ ആയിരുന്നു.
ഇപ്പം ഏറ്റവും വലിയ തിരിച്ചടി എന്ന് പറയുന്നത് സ്കൂളിന്റെ അവധി. ഈ ഇന്നലെ മുതലാണ് സ്കൂൾ അവധിയായത്. അപ്പോൾ എല്ലാവരും ഒന്നിച്ച് ഒരു ഷോപ്പിങ്ങിന് വരുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഇന്ന് കൂടുതൽ തിരക്ക് പ്രതീക്ഷിക്കുന്നു. ഇന്നലെ കുറച്ചധികം തിരക്കുണ്ടായിരുന്നു. ഇന്നലെ മുതലാണോ തിരക്ക് കൂടി തുടങ്ങിയത്? ഇന്നലെ മുതലാണ് തിരക്ക് തുടങ്ങിയത്. 2 ദിവസം മുമ്പ് വരെ കാര്യമായ ചലനമൊന്നും മാർക്കറ്റിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ 2 ദിവസം കൊണ്ട് വസ്ത്രവിപണിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ കച്ചവടം നടക്കുന്നുണ്ട്. ഇപ്പോൾ തിരക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നൊരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതാണ് അല്ലേ, വലിയ രാവിലെ തൊട്ട് പാക്ക് ചെയ്ത് നിൽക്കണം. അതെ അതെ. എന്താ അവസ്ഥ എങ്ങനെയാ? കുഴപ്പമില്ല, എല്ലാം നന്നായിട്ട് പോകുന്നു. മാനേജ് ചെയ്യാൻ പ്രശ്നം വരുന്നല്ലേ? മാനേജ് ചെയ്യാൻ അവസാന നിമിഷം ഉണ്ടാകുന്ന ആ ഒരു റഷ് നമുക്ക് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അതാണ് അവർ പറയുന്നത്. അതായത് സ്കൂൾ കുട്ടികളുമായി ആണ് എല്ലാവരും ഇപ്പോൾ കുട്ടികളെ കൊണ്ട് തന്നെയാണ് പർച്ചേസിനായിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഷോപ്പുകളിലേക്കൊക്കെ എത്തുമ്പോൾ ലാസ്റ്റ് മൊമെന്റിലേക്കാണ് അല്ലേ? അതെ അതെ അതെ, തീരാറായി. എല്ലാം കയ്യിലൊക്കെ എല്ലാം തീരും. അതിന്റെ ഒരു സന്തോഷം. എല്ലാം തീർന്നു, കയ്യിരുന്ന കാശുകളല്ലേ. ഉടുപ്പൊക്കെ വാങ്ങി തന്നു അച്ഛൻ? വാങ്ങി തന്നു. എപ്പോഴും ഉടുപ്പ് വാങ്ങിയേ? ഇപ്പൊ വാങ്ങിയതേ ഉള്ളു അല്ലെ? ഇത് കുട്ടികളുമായിട്ട് ഇറങ്ങാനാണോ നിങ്ങൾ അവസാനം വരെ? ഇന്നലെയൊക്കെ നല്ല റഷായിരുന്നു, റോഡ് തന്നെ ബ്ലോക്ക് ആയിരുന്നു. ഇന്ന് രാവിലെ ആയാൽ കുഴപ്പമില്ല, ഇച്ചിരി ഞങ്ങൾ കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും. ആണ് പലരും രാവിലെ വസ്ത്രവിപണിയിൽ നല്ല തിരക്കുണ്ടെന്നുള്ളതാണ്. പക്ഷെ അവർ പറയുന്നത് ഇത്രയും വില കൊടുത്ത് സ്റ്റോക്ക് എടുത്ത് വെച്ചിട്ട് അത് കൃത്യമായി കൊടുക്കാനായിട്ട് അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് തിരക്കാണ്. എങ്ങനെയുണ്ട് മടക്കി രാവിലെ? ഞങ്ങൾ ഇന്നലെ ഇവിടുന്ന് പോയത് ക്ലീൻ ചെയ്ത് 3 മണിയായപ്പോഴാണ് ഞങ്ങൾ പോയത്. 2 ദിവസമായിട്ട് ഉറക്കമൊന്നുമില്ല. ഒരു 3 മണിക്ക് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത്. രാവിലെ വീണ്ടും 9 മണിക്ക് വന്ന് കയറുന്നു. എന്നുവെച്ചാൽ നമുക്ക് സ്കൂളിന്റെ ഒരു എക്സാം ഒരു മാസം ഓണത്തിന് പറ്റിയായി. അതാണ് മെയിൻ സംഭവം. കാരണം ഫാമിലീസൊക്കെ ഇറങ്ങാൻ പിള്ളേർക്ക് പറ്റുന്നില്ല, എക്സാം കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. പക്ഷെ പെട്ടെന്ന് കയറുന്നപ്പോൾ നമുക്ക് തന്നെ തിരക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ആൾക്കാർക്ക് വേണ്ട സാധനങ്ങൾ കൊടുക്കാൻ പറ്റുന്നില്ല. അവർ കിട്ടുന്നത് കൊണ്ട് അവർ പോകുവാണ്. അതുകൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം സാധാരണ ഓണം എന്ന് പറയുമ്പോൾ ഒരു മാസം മുമ്പേ ആൾക്കാർ പർച്ചേസ് ചെയ്ത് തുടങ്ങും. അപ്പോൾ അവസാനം വലിയ തിരക്ക് അനുഭവപ്പെടുത്തില്ല, എന്നാൽ കച്ചവടം എല്ലാവരും കിട്ടുകയും ചെയ്യും. ഇത് പക്ഷെ അവസാനം 2-3 ദിവസം കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതാണ്. ചേച്ചി എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഓണം? ഓണമൊക്കെ അടിപൊളിയല്ലേ. 2 വർഷം ഓണമൊക്കെ ആഘോഷിക്കാതിരുന്ന് കഴിഞ്ഞ് കാര്യമായിട്ട് ആഘോഷിക്കുന്നു. ഇത്തവണ കാര്യമായിട്ട് ആഘോഷിക്കുന്നു. അതെ അതെ. ഈ എല്ലാവരും പറയുന്നത് ഇവരിപ്പോ ഷോപ്പിൽ തന്നെ ആൾക്കാർ പറയുന്നത് അവസാന മൊമെന്റിലേക്ക് എല്ലാവരും വെച്ചിട്ട് വന്നിട്ട് ഇപ്പൊ അവർക്ക് തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല കടകൾക്കെന്നാണ്. അതെ അതെ. ഇപ്പം ഇന്ന് ഈ പിന്നെ പൂക്കളുടെ കത്തപ്പൂക്കള മത്സരമൊക്കെ ഉണ്ട്. ഉത്തറാടത്തിന്റെ ഞങ്ങളുടെ അസോസിയേഷനിലൊക്കെ കത്തുണ്ട്. പൂക്കളൊക്കെ ഇട്ടേച്ചാ ഞാൻ വന്നത്. അടിപൊളിയായിട്ട് മൊത്തത്തിൽ സന്തോഷകരമായ സാഹചര്യം ഉണ്ട്. അതെ അതെ. ഞാനൊരു പഞ്ചായത്ത് മെമ്പറും കൂടെ. ഓ, ഏത് പഞ്ചായത്തിന്റെയാണ്? അമ്പലപ്പുഴത്തേക്ക്. പേരെന്താ? ജയലളിത. എല്ലാവിധ ആശംസകളും, ഓണാശംസകൾ. നമുക്കൊന്ന് ബാക്കിയുള്ള ആളുകളോടൊക്കെ ഒന്ന് ചോദിക്കാം. രക്ഷകർത്താക്കളും ഒക്കെ ആയിട്ട് കുട്ടികളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. മോളെ കിട്ടിയോ? ഓണക്കോടി കിട്ടിയോ? ഓണക്കോടി കിട്ടിയോ? എടുക്കുക. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 10th. ഓ, ക്ലാസ് ക്ലോസ് ചെയ്തിട്ട് വരാനിരുന്നാണ്? സ്കൂൾ അടച്ചിട്ട് വരായിരുന്നാ? എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും? പരീക്ഷയ്ക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഓണാവശ്യം എങ്ങനെ ഉണ്ടായിരുന്നു സ്കൂളില്? കൊള്ളായിരുന്നു. അതാണ്. നിങ്ങൾക്ക് എങ്ങനെയുണ്ട് പൊതുവെ? നിങ്ങളിത് ഭയങ്കര തിരക്കാണ്. നല്ല തിരക്കാണ്. ഈ തിരക്കിനിടയിൽ നിങ്ങളുടെ ഓണാഘോഷമൊക്കെ നടന്നോ? ഓണാഘോഷം ഇതുവരെ നടന്നിട്ടില്ല. നാളെ ചിലപ്പോൾ നടക്കും. നാളെ നടക്കും. ഈ പറഞ്ഞ പോലെ ഇപ്പൊ നോക്കുവാണെങ്കിൽ ഇപ്പൊ തിരക്കാൻ നോക്കുവാണെങ്കിൽ ഇനിയിപ്പോ വൈകുന്നേരം ആകുമ്പോഴേക്കും നിക്കാൻ. വൈകുന്നേരം ഇന്നലെ വൈകുന്നേരം എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല റഷായിരുന്നു. ഞങ്ങളിപ്പോ രാവിലെ വരും. രാവിലെ 8 മണിക്ക് വന്നിട്ടാണ് ഇവിടെ എല്ലാം ക്ലിയർ ഒക്കെ ചെയ്തത്. എന്നിട്ടും ശരിയായില്ല, ഒതുങ്ങിയില്ല. ഇന്നലെ എപ്പോ തിരിച്ചുപോയി? ഇന്നലെ നമ്മൾ എത്ര മണിയാവും? 11 മണിയല്ലേ? അത് ഈ ലാസ്റ്റ് ദിവസങ്ങളായിട്ടാണോ ഇത്രയും തിരക്ക്? 2-3 ദിവസമായിട്ട് നല്ല തിരക്കാണ്. അതിന് മുമ്പ് പൊതുവെ എങ്ങനെയായിരുന്നു? അതിക്ക് മുമ്പ് വലിയ കുഴപ്പമില്ലായിരുന്നു. ഞങ്ങൾ 8-9 മണിയൊക്കെ ആകുമ്പോൾ പോകാൻ പറ്റുമായിരുന്നു. ഇപ്പം 11:30. കഴിഞ്ഞ ദിവസമൊക്കെ ഏറ്റവും കൂടുതൽ കുട്ടികളുടെ ഡ്രസ്സാണ് ഇവിടെ? ലേഡീസിന്റെ കുർത്തീസ്, ലേഡീസിന്റെ എത്നിക് കളക്ഷൻസ് ഒക്കെയാണ് ഇവിടെ വരുന്നത്. സ്റ്റോക്ക് എല്ലാം ക്ലിയർ ആവുന്നുണ്ടോ? തീരുന്നുണ്ടോ? സ്റ്റോക്കുകളൊക്കെ ക്ലിയർ ആവുന്നു. നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തോണ്ടിരിക്കും ഇതെല്ലാം. വസ്ത്രവിപണി ഏറ്റവും കൂടുതൽ തിരക്ക് പിടിച്ചിരിക്കുന്നത് ഈ 2 ദിവസം. എങ്ങനെയുണ്ട് ചേച്ചി ഓണം? കുഴപ്പമില്ല, മഴയില്ലാത്തതുകൊണ്ട് നല്ലൊരു കുറച്ച് 2-3 ദിവസം മുമ്പ് ഒരു മൂടിയ അന്തരീക്ഷം ഒന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എല്ലാവരും ഹാപ്പിയാ. അതാണ് അവര് പറയുന്നത്. എന്തായാലും മൊത്തത്തില് ഈ വസ്ത്രവിപണിയിൽ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ ഇവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെയും സ്കൂള് തന്നെ പ്രധാന ഘടകം. കുട്ടികളെ കൊണ്ടൊക്കെ ഇറങ്ങാനായിട്ട് വന്ന് തുടങ്ങിയ സമയത്ത് ആണ് ഇപ്പോ കച്ചവടം വലിയ തോതിൽ കൂടിയത് എന്ന് പറയുന്നുണ്ട്. ചേച്ചി
യെസ്, വസ്ത്രവിപണിയും പൂവിപണിയും പച്ചക്കറി വിപണിയും എല്ലാം വളരെ വിപുലമായി സജീവമായി നിൽക്കുന്ന ഒരു സമയമാണ്. ഇത്തരത്തിൽ വലിയ തിരക്കാണ് എല്ലായിടത്തും അനുഭവപ്പെടുന്നത്. നാളത്തെ ആ ഒരു പൊന്നോണം ആഘോഷിക്കാനുള്ള തിരക്കിലാണ് മലയാളികൾ എല്ലാവരും ഉള്ളത്. എന്തായാലും ശരണ്യ സ്നേഹജന്റെ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്.